ഗൂഗിൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ മുമ്പ് എന്തായിരുന്നു കാണാറ്? കുറേ വെബ്സൈറ്റ്സ്, കുറേ ലിങ്ക്സ്, ഫസ്റ്റ് പൊസിഷന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന കുറേ റിസൾട്ട്സുകൾ ഉണ്ടാവും അല്ലേ? പക്ഷെ ഇപ്പോൾ ഗൂഗിളിലെ സെർച്ച് മുഴുവനായിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം വരുന്നത് AI ഓവർവ്യൂ ആണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? AI ഓവർവ്യൂയുടെ താഴെ തന്നെ ആസ്ക് എ ഫോളോ അപ്പ് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ സെർച്ച് അവസാനിക്കുന്നില്ല, കോൺവെർസേഷൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ChatGPTയിൽ നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ അവിടെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടായിട്ട് വരും. അതായത് ഗൂഗിൾ ഇനി ഒരു സെർച്ച് എഞ്ചിൻ മാത്രമല്ല, ഒരു AI അസിസ്റ്റന്റ് പോലെയും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനർത്ഥം ഫസ്റ്റ് പൊസിഷൻ മാത്രം ടാർഗറ്റ് ചെയ്താൽ ഇനി മതിയാവില്ല. AI ഓവർവ്യൂവിൽ ഗൂഗിൾ നിങ്ങളെ റെഫറൻസ് ചെയ്യുമോ എന്നതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇനി SEO സ്ട്രാറ്റജി എങ്ങനെയാവണം? ഒരു കീവേഡ് എടുത്ത് ഒരു ബ്ലോഗ് എഴുതുന്ന സ്ട്രാറ്റജി ഇനി വർക്ക് ആവില്ല. ഗൂഗിൾ എന്ന് നോക്കുന്നത് ടോപ്പിക്കൽ അതോറിറ്റിയാണ്. അതായത് ആ വിഷയത്തിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടോ എന്നുള്ളതാണ്. ആ ഒരു ടോപ്പിക് മുഴുവൻ കവർ ചെയ്യുന്ന കണ്ടന്റ് ഈക്കോ സിസ്റ്റം ഉണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തത് ഈറ്റ് കോൺസെപ്റ്റ് ആണ്. അതായത് നിങ്ങൾക്ക് റിയൽ എക്സ്പീരിയൻസ് ഉണ്ടോ, എക്സ്പെർട്ടൈസ് ഉണ്ടോ, ഗൂഗിൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ? AI ജനറേറ്റഡ് ജനറിക് കോണ്ടന്റിനേക്കാൾ ഗൂഗിൾ ഇന്ന് ഇത് കൂടുതലായിട്ട് നോക്കുന്നുണ്ട്. ആൻഡ് മൂന്നാമത്തേത് എൻറ്റിറ്റി SEO. ഗൂഗിൾ ഇനി കീവേഡ്സ് മാത്രം മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ ബ്രാൻഡ് ആരാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, മറ്റ് വെബ്സൈറ്റ്സ് നിങ്ങൾ എങ്ങനെ മെൻഷൻ ചെയ്യുന്നു, ഇതൊക്കെയാണ് കണക്ട് ചെയ്ത് മനസ്സിലാക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഇനി SEO എന്നത് ബ്ലോഗ് എഴുതൽ മാത്രമല്ല, അതോറിറ്റി ബിൽഡ് ചെയ്യലാണ്. ഗൂഗിളിനും AI ഓവർവ്യൂവിനും വിശ്വസിക്കാവുന്ന സോഴ്സ് ആകാനായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റാങ്കിങ്ങും വിസിബിലിറ്റിയും അതിൻ്റെ പിന്നാലെ വന്നോളും. ഇതേപോലത്തെ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട.